ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇന്നലെ നമ്മുടെ ഷൈനി മധുസൂദനൻ അമ്മച്ചി ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിരുന്നു. ലൈവ് ഇട്ടതിന്റെ ഉള്ളടക്കം വേറൊന്നുമല്ല, നമ്മുടെ വേടനെ കുറ്റം പറയാ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അമ്മച്ചി ഇന്നലെ ലൈവ് ഇട്ടത്. ഈ ലൈവിൽ ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത് വേടൻ പെണ്ണുപിടിനാണ്, കള്ളുകൂടിയനാണ്, കഞ്ചാവ് വലിയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടനെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ലൈവിൽ ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ ഈ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് ഇയാൾക്ക് കുറച്ച് മറുപടി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഇതേപോലുള്ള സംഘിനിമാരൊക്കെ ഫേസ്ബുക്കിലൂടെ ലൈവ് ഇട്ടുകൊണ്ട് വേടനെ പോലുള്ള വ്യക്തികളെ ആക്രമിക്കാൻ കാരണമുണ്ട്. കാരണം വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘീ ഭീകരവാദികൾ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനമൊക്കെ പച്ചക്ക് തുറന്നു പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള വേടനെ പോലെയുള്ള ആളുകളെ ഈ സംഘീ ഭീകരവാദികൾ വെറുതെ വിട്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവന്മാരുടെ ചാണക മൈൻഡിൽ എന്തൊക്കെ വരും അതൊക്കെ പറയും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ സംഘിണി അമ്മച്ചിയും ഈ ലൈവിൽ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതായത് തലച്ചോറ്റിനകത്ത് ചാണകം കയറി നിറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും അതൊക്കെ തന്നെ. എന്തായാലും നമുക്കത് കണ്ടു തുടങ്ങാം. അയാളുടെ പേരിൽ കേസുണ്ടല്ലോ, വേടന്റെ പേരില് പീഡന കേസ്, പിന്നെ 1 2 ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പീഡന കേസുണ്ട്, ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. 2 കേസൊന്നുമില്ല, 1 കേസേ ഉള്ളൂ. ആ കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം ഞാനങ്ങ് പറഞ്ഞുതരാം. വേടൻ ഒരു പെണ്ണിനെ 7 പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ 1 പ്രാവശ്യം പീഡിപ്പിക്കാൻ പറ്റും, പക്ഷേ 7 പ്രാവശ്യമൊക്കെ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് സംഭവം വേറൊന്നല്ലടാ, ഗേൾഫ്രണ്ട് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഇത് തെറ്റിപ്പിരിഞ്ഞപ്പോ കേസ് കൊടുത്തു, അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ വേടൻ പീഡന വീരനൊന്നല്ല അമ്മച്ചി, മനസ്സിലാക്ക്. വേടനെ കണ്ണൂരിൽ പാടാൻ വന്നപ്പോ തെറി വിളിച്ച് ഓടിച്ച് അമ്മച്ചിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഏതോ സംഖ്യ പറയാണ് കണ്ണൂര് പാടാൻ വന്നപ്പോ വേടൻ ഞങ്ങൾ ഓടിച്ചെന്ന്. അങ്ങനെ ഒരു സംഭവം ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. ഇതുവരെ വേടൻ പോയിട്ടുള്ള പരിപാടിയിൽ എല്ലാ സ്ഥലത്തും പാടിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് മാത്രം പാടിയിട്ടില്ല. അത് അവിടെ ഒരാൾ മരണപ്പെട്ടത് കൊണ്ട് ആ വേദിയിൽ നിന്ന് വേടൻ പറഞ്ഞതാണ്, എനിക്ക് ഈ വേദിയിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി വേടനാണ് ക്യാൻസൽ ആക്കിയത്. അല്ലാതെ കണ്ണൂര് പോയിട്ട് പാടിച്ചില്ല എന്നാ. RSSകാരന്റെ തന്തയുടെ വകയാണ് കണ്ണൂർ എന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. വേടനോട്ട് അടുത്ത് പാടണം എന്ന് വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ പാടിയിട്ടുണ്ട്. അതേത് കോട്ടയിലാണെങ്കിലും പോയിട്ട് പാടും. അത്രയും ധൈര്യമുള്ള വ്യക്തിയാണ് വേടൻ. മനസ്സിലായോ? ചിരിയല്ല ഇത്, ഇതെന്താ കോളിംഗ് ബെല്ലോ? എല്ലാം വെച്ച് ഈ വയസ്സാം കാലത്ത് സോഷ്യൽ മീഡിയ കിടന്ന് ലൈവൊക്കെ ഇട്ടുകൊണ്ട് ഇതേപോലെ കോളിംഗ് ബെല്ലടിക്കുന്നത് പോലെയൊക്കെ ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്കറിയാൻ മേലിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഇത് ജനങ്ങളുടെ മനസ്സിൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവ് ഇടുന്നത്? ഞാൻ പറഞ്ഞത് തന്നെയാണ് നല്ലത്. വയസ്സായില്ലേ, സൈഡാവ്. നല്ല നല്ല ആൾക്കാരൊക്കെ വരും, അവരൊക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ചെയ്തോളൂ. സൈഡായിക്കോ, അതാ നല്ലത്. എന്തായാലും വേടനെ തെറി വിളിച്ച് ഓടിക്കാൻ പിന്നെ കാണിച്ച ആ മഹാമനസ്കർക്ക് അതാരാണെങ്കിലും ശരി, കണ്ണൂരാണെങ്കിലും തലശ്ശേരി ആണെങ്കിലും ആരാണെങ്കിലും ശരി, എന്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും. എടാ ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ, തലച്ചോറ്റിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. വേടനെ ആരോ തലശ്ശേരിയോ കണ്ണൂരാറ്റം പോയ സമയത്ത് തെറി വിളിച്ചോടിച്ചു എന്ന് പറഞ്ഞത് ആരോ കമന്റ് ഇട്ടതാണ്. അപ്പൊ തന്നെ വിചാരിച്ച് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എപ്പനാണ് ഉണ്ടായിട്ടുള്ളത്? തീട്ടസംഖ്യകൾ എപ്പനാണ് വേടനെ പോലുള്ള ഒരു വ്യക്തിയെ കണ്ണൂരിൽ നിന്ന് അടിച്ചു വായിച്ചത്? ഏതെങ്കിലും ഒരു പൊട്ടൻ സംഖ്യ ഒരു കമന്റ് ഇടുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് തന്നെയാണ് നല്ലതെന്ന് പറയാൻ കാണിച്ച നിങ്ങളുടെയൊക്കെ തലച്ചോറ്റിനകത്ത് എത്രമാത്രം ചാണകം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല കേട്ടാ. ഞാൻ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കികൾക്ക് കാരണം ഇത് തെറിപ്പാട്ട് പാടാനല്ലേ. വേടന്റെ പാട്ടിൽ തെറിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. വേടന്റെ പാട്ടിൽ ആകെ ഉള്ള ഒരു തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമില്ല. ഞാൻ പറയുന്നില്ല, മോശം. വേറെന്ത് തെറിയാണുള്ളത്? വേറെ ഒരു തെറിയില്ല. അത് അത്ര വലിയ തെറിയായിട്ടും കാണാൻ പറ്റില്ല. കാരണം 5-6 കമ്പനിക്കാർ ഒരേ സമയം നിൽക്കുന്ന സമയത്ത് വെറുതെ വന്നും കേട്ടോ എങ്ങനെയാണ് പറയുന്നത്, അത്ര വലിയ തെറിയൊന്നല്ല. പക്ഷെ ഈ പാട്ടിലുള്ള ആ വരികൾ കേട്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടാനുള്ള കാരണം വേറൊന്നല്ല. ഇവിടെയുള്ള സവർണ മനോനിലക്കാരെ, അതായത് മനോനിലക്കാരായിട്ടുള്ള നാറികൾ, ആ നാറികളെ പറഞ്ഞപ്പോഴാണ് ഇന്നെ പോലെയുള്ള ചാണക സംഘടനയൊക്കെ കുരുപൊട്ടുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു വേടന്റെ. അതായത് വേടൻ പറയുന്നത് ഇവിടെ സവർണരെ കുറിച്ച് മാത്രമേ സിനിമകൾ എടുക്കുന്നുള്ളൂ. വേടൻ പറഞ്ഞത് സത്യമല്ലേ? ഇവിടെയുള്ള സവർണ ചിന്താഗതിക്കാരായിട്ടുള്ള നാറികളുടെ, അങ്ങനെ തന്നെ പറയുന്ന ഒരു ഇന്നും വിചാരിക്കണ്ട, ആ നാറികളുടെ സിനിമയല്ലേ ഇവിടെ മലയാളത്തിൽ കൂടുതലായിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ട്? ആ നാറികളുടെ അടുത്ത് പണമുണ്ട്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ അടുത്ത് പണമില്ല, അതുകൊണ്ട് അവർക്ക് പണം എടുക്കാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. അപ്പൊ ഇവനൊക്കെ എത്രത്തോളം വിവരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ വാക്കുകളിൽ കൂടി മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ വേടന് എത്രത്തോളം വിവരമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള വിവരമാണ്. ആ വിവരം എങ്ങനെയാണ് കിട്ടിയതെന്നറിയോ? RSS ശാഖയിൽ പോയിട്ട് 2 കിലോ വിവരം തലയിൽ അടിച്ചു വെച്ചു കൊടുത്തതാണ്. പക്ഷെ ആ വിവരത്തിന്റെ പേര് ചാണകം എന്നാണ്. എന്ത് ഇതേപോലെയൊക്കെ സൗണ്ട് വരുന്നത് എന്താണെന്നറിയോ? സംഭവം വേറൊന്നല്ലടാ, നമ്മുടെ ശാഖയിലുള്ള ചാണക കുയിലൊക്കെ പോയിട്ട് തലയിട്ട് കുമ്പിട്ട് നിൽക്കുന്നതിനെ കൊണ്ടാണ് ഇതേപോലെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അതുവിടെ പ്രായമില്ല, ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. എന്തായാലും ബാക്കിക്കാണ്. നമുക്ക് അവരുടെ പേര് പറയാൻ പോലും, പേര് ഉച്ചരിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല. അതാണ് സംഗീതം. ഇങ്ങനെയാണ് സവർണ മനോനിലയുള്ള നാറികളൊക്കെ അവരുടെ പഠിപ്പായിട്ട് പഠിച്ചിട്ടുള്ളത്. ഒരു നല്ല പാട്ടുകാരനാണെങ്കിൽ അവരുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാന്ന്. പാട്ടുകാരനാണ്, നല്ല പാട്ടുകാരനാണെങ്കിൽ എന്താ, അവൻ തൂർന്നത് സ്വർണ്ണമായിരിക്കും. അല്ലാലോ, തീട്ടം തന്നെയല്ലേ, മനുഷ്യൻ തന്നെയല്ലേ, അവന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അമ്മച്ചി? ആ സ്ഥാനത്ത് ഒരുത്തൻ വന്നിട്ട് പറയാണ്,
എടാ മയിലേ കുയിലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ? അതാണ് വേടന്റെ വരികള്. വേടന്റെ വരികളൊക്കെ ഇവിടെയുള്ള സവർണ മനോനിലക്കാരുടെ നെഞ്ചത്തിട്ടാണ് കൊണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മച്ചി ഇപ്പൊ തൂറി തീർക്കുന്നത് കാണുന്നത്. തമാശ പറയുന്നില്ലടാ, ഇതേപോലത്തെ നാറികളുടെ ഒക്കെ നെഞ്ചത്ത് തന്നെയാണ് വേടന്റെ വാക്ക് കൊണ്ടിട്ടുള്ളത്. അതിന് വേടന് ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. ഈ വേടന്റെ എന്താ പറയാ ഇത് വേടന്റെ എന്താ പറയാ എന്താണ് പറഞ്ഞത് പെണ്ണുങ്ങള്? വേടന്റെ എന്താ പറയാ എന്തിനാ ഈ നാട്ടുകാരെ കൊണ്ട് വയസ്സാം കാലത്ത് ചിരിപ്പിക്കുന്നത് അല്ലെ? കഴിവില്ലെങ്കിൽ എവിടെങ്കിലും ചുരുണ്ട് കൂടി കിടന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് വരുന്നത്. എന്തായാലും ഭാഗ്യാണ്. കേട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചിരി. ഇയാളെ കാണുമ്പോ ചിരി വരുന്നുണ്ട്, അതുപോലെ ഇയാളെ ചിരി കാണുമ്പോ ചിരി അടക്കാനും പറ്റുന്നില്ല. ഇയാളുടെ വീഡിയോ അവസാനം വരെ കണ്ട എനിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നേ പറ്റും. കാരണം വേറൊന്നുമില്ല, ഇതേപോലത്തെ അപരാധമൊക്കെ ഇത്രയും നേരം കണ്ടില്ലേ, മൊത്തമായിട്ട് കണ്ടിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത ആളെ ഞാൻ. അപ്പൊ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേക്കണം. ഒരു ലൈക്ക് അടിച്ചേക്കാ കേട്ടാ. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം. മതി ഇതെന്താ പാട്ടനം പാടുന്നു? അടക്കാ കുരുവിക്ക് മൈക്ക് കിട്ടിയനോട്ടാ അല്ലേ? ചിരിയും വരുന്നു. ഇത് കാണുമ്പോ കാണണ്ടേ, എന്താ അത് ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അടക്കാ കുരുവിക്ക് മൈക്ക് കിട്ടിയ പോലെ എന്തൊക്കെയാ പാടാണ്. അപ്പൊ നമ്മളെ വീഡിയോ നിർത്താണ്. ഇതേപോലെയുള്ള അപരാധമൊക്കെ ഇനിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ബൈ. നാളെ മറ്റേ നല്ല കാണാം. ബൈ.